സഞ്ജു സാംസൺ ഫിനിഷസ് ദിസ് ഇൻ ഹിസ് സ്റ്റൈൽ എന്നല്ലാണ്ട് വേറെ എന്താ ഇതിന് പറയുക. മാച്ച് കണ്ട് കഴിഞ്ഞു നിങ്ങൾക്ക് കണ്ണ് കാണാവോ? ഓക്കെ, സഞ്ജുയുടെ ഓരോ ബൗണ്ടറിയും ഞാൻ ശരിക്കും ചെയറിൽ നിന്ന് ഇരുന്ന് ചില്ല് ചെയ്യുമായിരുന്നു. അയ്യോ, എഴുന്നേറ്റുള്ളൂ. എനിക്ക് ഗാലറിയിലേക്ക് ഇരുന്ന് കാണുന്ന അതേ ഫീലായിരുന്നു നമ്മൾ ഇരുന്നിട്ട്. ഓരോ ബൗണ്ടറിക്ക് വേണ്ടി ഡാൻസ് കളിക്കുക, തുള്ളുക, ഒന്നും പറയാനില്ല. സച്ച് മാർവലസ് ഇന്നിങ്. തുടക്കം മുതൽ അവസാനം വരെ പറയുകയാണെങ്കിൽ ആദ്യ ഓവർ മുതൽ അവസാന ഓവർ വരെ നങ്കൂരമിട്ടൊരു കളി. അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിക്ക് ഷോട്ട്സുകൾ വായിച്ച് ബാക്കി ആൾക്കാരൊക്കെ താഴെ വീണപ്പം നിന്നൊരു കളി. ഇന്ത്യൻ ടീമിലെ ബാക്കി ആൾക്കാരൊക്കെ താഴെ വീണപ്പം നിന്നൊരു കളി. ഇന്നത്തെ കളി എടുത്തു നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ 30 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത വേറൊരു പ്ലെയർ ഇല്ല അതർ ദാൻ സഞ്ജു സാംസൺ. സച്ച് എ മാർവലസ് വണ്ടർഫുൾ ഇന്നിങ്സ്. എന്താ പറയുക, ഇത്രയും നാളും തന്നെ കളിയാക്കിയ ആൾക്കാർക്ക്, ഇത്രയും നാളും തന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർക്കൊക്കെയുള്ള ഒരു തിരിച്ചടി അന്ന് തന്നെ വേണേൽ പറയാം. എനിക്ക് സന്തോഷം കൊണ്ടില്ലേ പല വാക്കുകൾ കിട്ടുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. സഞ്ജുവിൻ്റെ ഒരിടയ്ക്ക് നമ്മളൊക്കെ ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിച്ചത് സച്ചിൻ്റെ ബാറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് വിരാട് കോഹ്ലിയിലേക്ക് മാറി. ഇപ്പം മലയാളി എന്ന നിലയ്ക്ക് എന്നെ ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം സഞ്ജു സാംസൺ തന്നെയാണ്. സഞ്ജു ഔട്ടായ TV ഓഫാക്കുന്ന ഒരു കാലം വന്നു തുടങ്ങിയപ്പം എൻ്റെ പൊന്നെ ശരിക്കും ഒന്നും പറയാനില്ല. ഇതാ മാച്ചിൻ്റെ ഇപ്പം ഹൈലൈറ്റ്സ് കാണിച്ചിട്ട് കഴിഞ്ഞോളൂ. എൻ്റെ പൊന്നടവേ, സച്ച് എ വണ്ടർഫുൾ പ്ലെയർ അല്ലേ. എന്താണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അത് തന്നെയാണ് സംഭവം. വിയർപ്പ് തുന്നിയിട്ട് കിട്ടിയൊരു അവസരം, അത് ടീമിലേക്ക് എത്തിപ്പോഴും ന്യൂസിലൻഡ് സീരീസിൽ ഒട്ടും ഫോം ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞുള്ള മാച്ചസിൽ നല്ല സ്ട്രൈക്ക് റേറ്റ് വന്നു, എന്നാലും പിന്നെയും തടയപ്പെട്ടു. അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കനോട് തോക്കുന്നു. പിന്നെയും അവിടെ പ്രശ്നങ്ങൾ, ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ വന്ന് പിന്നെ ഒരു അവസരം കിട്ടുന്നു. ആ അവസരം 15 ബോളിൽ 24 റൺസ് അവിടെ എത്തി നിൽക്കുന്നു. അവിടുന്ന് ഇന്നത്തെ ഒരു കളിയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ ഇൻറ്റൻറ്റ് ആദ്യമേ വ്യക്തമായിരുന്നു. അടിച്ചു കളിക്കുക, അതിലുപരി ഇന്ത്യയെ ജയിപ്പിക്കുക. ആ 50 അടിച്ചപ്പോൾ സെലിബ്രേഷൻ ആകാൻ വേണ്ടിയ സെലിബ്രേഷനൊന്നുമില്ല, ജസ്റ്റ് ബേസിക്കലി നിന്ന് ഒരു പിതാവിനും പുത്രനും വെച്ച് ഹി പ്രേസ് ടു ദ ഗോഡ് അവിടെ നിർത്തി. മാച്ച് വിൻ ചെയ്തപ്പോൾ ഉള്ള സെയിം ഇത് മുട്ടുകുത്തി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചൊരു സംഭവമുണ്ട്. അതെന്നൊക്കെ പറയാനല്ലേ, ഇറ്റ് റിയലി മെയ്ഡ് മീ ക്രൈ. അങ്ങനത്തെ ഒരു ഇന്നിങ്സ്, ഒരു ക്വാർട്ടർ ഫൈനൽ മാച്ച് പോലത്തെ ഒരു മാച്ച് തോറ്റാൽ ഇന്ത്യ പുറത്തേക്ക്, ലാസ്റ്റ് ഓവർ വരെ നീണ്ടൊരു ത്രില്ലർ, വിൻ പ്രഡിക്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ഒരു കാഴ്ച. അങ്ങനത്തെ ഒരു കളി ഒറ്റയ്ക്ക് നമ്മുടെ ചെക്കൻ കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും വേൾഡ് കപ്പ് കിട്ടിയ പ്രതീതി എനിക്ക് കേട്ടോ. സത്യം പറയാമല്ലോ, സഞ്ജുവിൻ്റെ ഈ ഒരു ഇന്നിങ്സ് അത്രയ്ക്കും മാർവലസ് ആയിരുന്നു. ആസ് എ സഞ്ജു സാംസൺ ഫാൻ ഐ ആം റിയലി ഹാപ്പി. ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇതായപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാക്കി കാണിച്ചു തരാം. ആഫ്റ്റർ എഫക്ട്സ് അവിടെ TV പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കളി കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ ദ മാച്ച്, പോസ്റ്റ് മാച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. ലിറ്ററലി സഞ്ജു സാംസൺ റോക്സ് ദിസ് മാച്ച്. അത്രേ പറയാനുള്ളൂ. ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ എന്തായാലും ഇരുന്നായിരിക്കും ഞാനിടാം. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലിറ്ററലി സഞ്ജു റോക്സ്. ഇനിയുള്ള 2 കളികൾ, സെമി ഫൈനലിലും ഫൈനലിൽ ഇന്ത്യ കയറും. സെമി ഫൈനലിൽ ഇന്ത്യ അടിച്ച് തകർക്കും. ഇതേപോലെ തന്നെ അടിച്ച് കയറി വരട്ടെ. ഇംഗ്ലണ്ടുമായിട്ടാണ് അടുത്ത സെമി ഫൈനൽ വരുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം, നാളെ ഇടുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. ആസ് എ സഞ്ജു സാംസൺ ഫാൻ കമൻറ്റുകൾ എന്തായാലും പ്രതീക്ഷിക്കണം, കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ലവ് യു ഓൾ.